കറുത്ത സ്വപ്നങ്ങളുടെ കരിമ്പാറക്കെട്ടുകളിൽ ഒരു തുള്ളി ദാഹജലം തേടി ഞാൻ അലയുമ്പോൾ, ഇളയ്ക്കുന്ന സൂര്യൻ ദുർവിധിയുടെ കനലുകൾ ചൊരിയുമ്പോൾ, ചോരയും കണ്ണീരും കുഴഞ്ഞുകിടക്കുന്ന ഈ ഊഷരഭൂമിയുടെ വിലാപം കേട്ടുകൊണ്ട് ഓമനെ, നിന്റെ പ്രേമം ഞാൻ എങ്ങനെ ഏറ്റുവാങ്ങും? പറയൂ, പറയൂ. എങ്ങനെയുണ്ട് സാർ ഞാൻ എഴുതിയ നാടകത്തിലെയാ? ഏത് വേഷവും ചെയ്യും സാർ. കോമഡി, വില്ലൻ, എന്തും ചെയ്യാന്നുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട്. പിന്നെ മിമിക്രി, മമ്മൂട്ടി, മോഹൻലാൽ, പ്രേം നസീർ, മധു, അങ്ങനെ മലയാളത്തിലുള്ള എല്ലാ താരങ്ങളെയും കാണിക്കും സാർ. കാണിക്കട്ടെ? വേണ്ട, നിങ്ങളെ കാണിച്ചോന്നല്ല സിനിമയ്ക്ക് വേണ്ടത്. അഭിനയം നാച്ചുറൽ ആയിരിക്കും. നാച്ചുറൽ ആവാം സാർ. സാറ് നോക്കിക്കോളൂ. ഹലോ ഹലോ, ഏതായാലും ഈ പടത്തിൽ നിങ്ങൾക്ക് പറ്റിയ വേഷമൊന്നുമില്ല. അങ്ങനെ പറയരുത് സാർ. എനിക്ക് എങ്ങനെയെങ്കിലും ഒരു വേഷം തരണം. എങ്ങനെയെങ്കിലും ഒരു വേഷം തരുന്നത് എങ്ങനെയാ? അതിന് കഴിവുണ്ടാവണം. കഴിവുണ്ട് സാർ, എനിക്ക് നല്ല വിശ്വാസമുണ്ട്. എനിക്ക് വിശ്വാസമില്ല. അഭിനയിക്കാൻ വേഷമൊന്നുമില്ലെങ്കിൽ ഞാൻ തിരക്കഥ എഴുതും സാർ. സ്ക്രിപ്റ്റ്, പാട്ടുപാടും. ഇതൊന്നും ഇവിടെ ആവശ്യമില്ല. നിങ്ങൾ ശല്യപ്പെടുത്താതെ പോണം. എങ്കിൽ സാറിന് എന്നെ സാറിന് അസിസ്റ്റന്റ് ആക്കാൻ പറ്റുമോ? അതിലൂടെ ഞാൻ അഭിനയത്തിലേക്ക് കയറിക്കോളാം. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? സാർ എന്നെ ഒഴിവാക്കരുത് സാർ. 3-4 കൊല്ലായി സാർ ഇതിന് ഇറങ്ങി തിരിച്ചിട്ട്. ഞാനൊരു പാവമാണ് സാർ. ജീവിക്കാൻ വേറെ ഒരു മാർഗ്ഗം ഇല്ലാത്തോണ്ടാ. ജീവിക്കാൻ മാർഗ്ഗം ഉണ്ടാക്കലല്ല എന്റെ ജോലി. എനിക്കിവിടെ വേറെ പണിയുണ്ട്. സാർ വേണമെങ്കിൽ ഞാൻ സാറിന്റെ കാര്യം പിടിക്കാൻ സാർ. എന്തായി കാണിക്കുന്നത്? നിങ്ങൾ പോണം സാർ. തന്നെ അടുത്ത് പോവാനോട് പറഞ്ഞു സാർ. ആ സോങ് കഴിഞ്ഞിട്ട് വരുന്ന സീൻ. ഹലോ, ഒരു ദിവസം സാറിന്റെ ഡേറ്റ് ചോദിച്ച് വരും. അന്ന് ഞാൻ തന്നെ എടുത്തോളാം കേട്ടാ. ആടി ഓളാർക്കെ അവിടുന്ന്